Mars Riva TV, a unique experience for the whole world. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാർസ് ലീവയുടെ മാന്യ പ്രേക്ഷകർക്ക് മലബാറിലെ നമ്മുടെ ക്രൈസ്തവരുടെ കുടിയേറ്റ മേഖലയിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിയാൻമല എന്ന് പറയുന്ന ആ സ്ഥലത്തു നിന്നും ഏവർക്കും ഈശ്വരൻ്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈശ്വര കർത്താവിൻ്റെ ഉദ്ധാനം നമ്മളെ അനുസ്മരിപ്പിക്കുകയും നമ്മളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ 2-3 ആഴ്ചയായിട്ട് ഒത്തിരിയേറെ ഫോൺ കോളുകൾ, ദിവസവും ഒരു 100-150 ഫോൺ കോളുകൾ വെച്ച് ഞാൻ അറ്റൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഗാഗുൽത്ത ആശ്രമത്തിൽ ഒരു 1 ഡേ ശുശ്രൂഷ നടത്തുവാനിടയായി. അതിനുശേഷം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഫോൺ കോളുകളുടെ പ്രവാഹമായി. അപ്പോൾ ഈ പ്രവാഹത്തിനിടയിൽ ഞാൻ ശ്രദ്ധിച്ച ഒത്തിരിയേറെ ജീവിത കഥകൾ, ഒത്തിരിയേറെ മനുഷ്യരുടെ നൊമ്പരങ്ങൾ ലോകത്തിന് എല്ലാ ഭാഗത്തു നിന്നും ഒഴുകി വരികയായിരുന്നു. അത് കേൾക്കുവാനും അവർക്ക് ആശ്വാസവാക്ക് പറയുവാനും സാന്ത്വനിപ്പിക്കുവാനും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ദിവസങ്ങളായിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ മനസ്സിനെ ഏറ്റവും അധികം സ്പർശിച്ച ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒത്തിരിയേറെ മനുഷ്യർക്ക് സഹനങ്ങളും ക്ലേശങ്ങളുമാണ്. അപ്പോൾ നമ്മൾ പുറമെ നിന്ന് നോക്കുമ്പോൾ എല്ലാം മനോഹരമാണ്, ആകർഷകമാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ വിങ്ങുന്ന വേദനകളുമായി പോകുന്ന ഒത്തിരിയേറെ ജീവിതങ്ങളെ ഈ വീഡിയോ കോളിലൂടെയും വാട്സപ്പ് കോളിലൂടെയും ഒക്കെയും കാണുവാനായിട്ടും കേൾക്കുവാനും സാധിച്ചു. അപ്പോൾ അതിൽ ഏറ്റവും അധികം എന്നെ സ്പർശിച്ച അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവറേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒത്തിരിയേറെ കുടുംബ ബന്ധങ്ങളിൽ ഒത്തിരിയേറെ വിള്ളലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ പറ്റുക. എന്തുകൊണ്ട് ഈ വിള്ളലുകൾ വർദ്ധമാനമാകുന്നു? അപ്പോൾ ഉദ്ധിതൻ്റെ സന്ദേശം ഇന്നും എത്താൻ പറ്റാത്ത അല്ലെങ്കിൽ എത്തിയിട്ടില്ലാത്ത ഒത്തിരി കുടുംബങ്ങളുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ അവിടെ നമുക്കറിയാം, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മുൻപുണ്ട്, പിൻപുണ്ട്, വശങ്ങളുണ്ട്, ഇടതുവശവും വലതുവശവും. അപ്പോൾ ഇത് കർത്താവ് ഈ ഒരു ഈശ്വര സന്ദേശമായിട്ട് തരുവാൻ വേണ്ടി കർത്താവ് എന്നോട് ആവശ്യപ്പെട്ടത് ഈ ഒരു സന്ദേശമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പരിധികളുണ്ട്, പരിമിതികളുണ്ട്, ചക്രവാളങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മുമ്പോട്ട് പോകുന്തോറും ചക്രവാളം ഇങ്ങനെ നീണ്ടു പോവുകയാണ്. പക്ഷേ ഈ ചക്രവാളങ്ങളുടെ മുമ്പിൽ അടിപതറി നിൽക്കുന്ന അല്ലെങ്കിൽ വേച്ചു നിൽക്കുന്ന ഒത്തിരിയേറെ ജീവിതങ്ങൾ, പകച്ചു നിൽക്കുന്ന ജീവിതങ്ങളെ ഞാൻ കാണുകയായിരുന്നു. അപ്പോൾ അവിടെയെല്ലാം കണ്ട ഒരു കാര്യം ഇതാണ്: അവരുടെ ജീവിതത്തിൻ്റെ തകർച്ചകൾ അവരുടെ ജീവിതത്തെ എങ്ങും എത്തിക്കാത്തൊരവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളൊരു ദുഃഖകരമായ കാഴ്ചയാണ്. അതായത് ബിസിനസ്സിൻ്റെ മേഖലയിൽ തകർച്ച ഉണ്ടാകുന്നു. വിദേശത്തോ സ്വദേശത്തൊക്കെ ആയിട്ട് ബിസിനസ് ചെയ്ത് സാമ്പത്തികമായിട്ട് വളരെയധികം ബലഹീനമായൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. മറ്റുള്ളവരുടെ മുമ്പിലെ കടബാധ്യതകൾ ഇതൊക്കെ വെറുമൊരു പർവ്വതം പോലെ നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന അവസ്ഥകളാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ അത് മൂടി വെച്ചുകൊണ്ട് പോകുവാൻ വേണ്ടിയുള്ള തത്രപ്പാടുകൾ, മറുവശത്ത് ബാങ്കുകളുടെ ഇടപെടലുകൾ, അതിനുള്ള മറുപടികൾ, അല്ലെങ്കിൽ കടബാധ്യതയുള്ള കടം കൊടുത്ത ആളുകളിൽ നിന്നുള്ള മോശമായ വാക്കുകൾ, ഇതെല്ലാം ഇങ്ങനെ ഒത്തിരിയേറെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം എനിക്ക് നിരീക്ഷിക്കാൻ സാധിച്ചു. അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഈ ഈസ്റ്റർ ഇന്ന് ഒരു യാഥാർത്ഥ്യമാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നിന്നും നമ്മൾ പുറത്ത് കിടക്കേണ്ട ഒരു ആവശ്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. നമ്മുടെ മുമ്പിൽ ഒരു ഹൊറൈസണുണ്ട്, ഒരു വിശാലമായ കാഴ്ചപ്പാടും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്യുന്തോറും ഈ വിശാലത കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു വശത്ത് നോക്കുമ്പോൾ ഒരു പരിധിക്ക് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് മുമ്പിലൊരു പരിധിയുണ്ട്, പിറകിലും ഒരു പരിധിയുണ്ട്, വശങ്ങളിലും പരിധിയുണ്ട്. അപ്പോൾ ഈ പരിധികൾക്കുള്ളിൽ നമ്മൾ ഇന്ന് അകപ്പെട്ട ഒരവസ്ഥയാണ് നമുക്കിന്ന് കാണുവാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇതാണ്: അപ്പോൾ ഉദ്ധിതനായ കർത്താവ് നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത്, നമ്മൾ കാണുന്ന ഒരു ഹൊറൈസൺ അപ്പുറത്തേക്ക് പോകുവാൻ കർത്താവ് നമ്മളെ മാടി വിളിക്കുകയാണ്. അപ്പം അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉദ്ധിതൻ്റെ കൂടെ നടക്കുമ്പോൾ ഒരു 40-ാം ദിവസമുണ്ട്. അപ്പോൾ ഈ 40-ാം ദിവസമാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്തത്. അപ്പോൾ പിന്നീട് കർത്താവിനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലവും നമ്മുടെ മുൻപും പിൻപും വശങ്ങളും പിന്നീട് കർത്താവിൻ്റെ മുൻപ് ആയിട്ട് മാറുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഈ ഒരു അനുഭവം നമുക്ക് ഇന്ന് വളരെ അവശ്യാവശ്യമായ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ ഒരു വിഷനിലേക്ക്, ആ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ ഉയരാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അസ്വസ്ഥതകൾക്ക് മുമ്പിൽ നമുക്ക്
പതറാതെ നിൽക്കുവാൻ സാധിക്കും. അപ്പോൾ അത് ഒത്തിരി അനുഭവങ്ങളിലൂടെ എനിക്ക് സാധിക്കും. പക്ഷേ നമുക്ക് അതിനുള്ള പരിമിതികൾ ഉണ്ട്, സമയപരിമിതിയുണ്ട്. 3-4 മേഖലകളിലാണ് നമുക്ക് ആ പരിമിതി. ഒന്ന്, വിവാഹ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലാണ്. അപ്പോൾ ഇന്ന് വിളിച്ചതിൽ ഒരു പകുതിയോളം ആളുകൾ വിവാഹത്തിൻ്റെ ഒരു വേർപാടിലേക്ക് എത്തി നിൽക്കുന്ന ആളുകളാണ്. അപ്പം അതിൽ ചില ആളുകളെങ്കിലും അത് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഭൂരിപക്ഷം ആളുകളും ചിന്തിച്ച ഒരു കാര്യം ഇതാണ്: കോടതിയിൽ കേസ് കിടക്കുന്നെങ്കിലും അത് തീർന്നാൽ കൊള്ളാമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകളെയാണ് ബഹുഭൂരിപക്ഷം എനിക്ക് കാണാൻ സാധിച്ചത്. അതൊരു വലിയൊരു പോസിറ്റീവായ കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ്. അപ്പോൾ വിവാഹബന്ധത്തിൻ്റെ അഭിവാജ്യത, അപ്പോൾ അത് ദൈവ പദ്ധതിയാണെന്നുള്ള തിരിച്ചറിവ്, ആ ഒരു ബോധ്യം ഇന്ന് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. മറ്റൊരു മേഖല എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൻ്റെ മേഖല ഉണ്ടാകുന്ന വിള്ളലുകളാണ്. സൗഹൃദങ്ങൾ ഇന്ന് മുറിവേൽക്കുന്നു. ഇപ്പോൾ ചില വാക്കുകളാകാം, ചില സംസാരങ്ങളാകാം, ചില ഇടപെടലുകളാകാം, അത് നമ്മുടെ ബന്ധങ്ങളെ ഇന്ന് മുറിക്കുന്നുണ്ട്. സഹോദര ബന്ധം, അല്ലെങ്കിൽ ബന്ധുജനങ്ങളുമായിട്ടുള്ള ബന്ധം, അയൽക്കാരുമായിട്ടുള്ള ബന്ധം, സമൂഹവുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ അത്യധികമായിട്ട് സൂചിപ്പിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ ആർക്യൂ എന്നൊക്കെ പറയും, റിലേഷൻഷിപ്പ് കോഷ്യന്റ്. ഇത് ഒത്തിരിയേറെ വിള്ളലുകൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. അപ്പോൾ മനുഷ്യന് ബന്ധങ്ങൾക്ക് വില കൊടുക്കാതെ ചില സ്വാർത്ഥതയ്ക്ക് വേണ്ടി മുൻതൂക്കം കൊടുക്കുമ്പോൾ അവിടെ ബന്ധങ്ങൾ മുറിഞ്ഞു പോകും. അറ്റുപോയ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുക എന്ന് പറയുന്നത് നമുക്ക് അസാധ്യമാണെങ്കിലും കർത്താവിന് സാധ്യമാണ്. കർത്താവ് ഇടപെട്ട് കഴിയുമ്പോൾ നമ്മുടെ ബന്ധങ്ങളെ തീർച്ചയായിട്ടും ഊഷ്മളമാക്കി തീർക്കുവാൻ കർത്താവിന് സാധിക്കും. അപ്പം അതുകൊണ്ട് ഉദ്ധിതനോട് ചേർന്ന് നിൽക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് എനിക്ക് പ്രധാനമായിട്ടും നമ്മളോട് പങ്കുവെക്കാനുള്ളത്. ഉദ്ധിതന് നമ്മൾ വചനത്തിൽ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്: നീ എന്നോട് ചേർന്ന് നിൽക്കുക, ഞാൻ നിന്നോടും ചേർന്ന് നിൽക്കും. അപ്പോൾ ഈ ഒരു ചേർന്ന് നിൽപ്പ്, കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും വിള്ളലുകളെ കൂട്ടിച്ചേർത്ത് ഉരുക്കിച്ചേർത്ത് കർത്താവ് ബന്ധങ്ങളെ സൗഹാർദ്ദപരമാക്കി തീർക്കുക. അതുകൊണ്ട് ഈ ഉദ്ധാനം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുറിഞ്ഞുപോയ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ എനിക്ക് തരുവാനുള്ളത്. ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ഉദ്ധാനം ഒരു അനുഭവവും ഒരു ആഘോഷവുമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള പ്രതിസന്ധികൾ, തകർച്ചകൾ, പരാജയങ്ങൾ എല്ലായിടത്തുമുണ്ട്. അപ്പോൾ അതിനു മുമ്പിൽ പതറാതെ ഈശോയോട് കൂടി ചേർന്ന് നിന്നുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയസോപാനത്തിലേക്ക് എത്തിക്കുവാൻ കർത്താവിന് അധിക സമയമൊന്നും വേണ്ട എന്നുള്ള ഒരു പ്രത്യാശയുടെ തിരിച്ചറിവാണ് പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ എനിക്ക് പങ്കുവെക്കുവാനുള്ളത്. ഇന്ന് രാജ്യാന്തര മേഖലകളിലും ഒത്തിരിയേറെ ബന്ധങ്ങളിലെ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൻ്റെ പശ്ചാത്തലമെല്ലാം അത് തന്നെയാണ്. മനുഷ്യൻ്റെ ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഉള്ളിലുള്ള സ്വാർത്ഥത പുറത്തേക്ക് കടന്നു വരുമ്പോഴാണ് ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ സമൂഹത്തിലുണ്ടാവുക. അതുപോലെ തന്നെ വിഷനില്ലാത്ത ലീഡർഷിപ്പ്, അത് നമ്മുടെ സമൂഹത്തിന്, പ്രത്യേകിച്ചും കേരള ജനതയുടെ വലിയൊരു ശാപമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ സമൂഹത്തെ നയിക്കേണ്ട ആളുകൾക്ക് വിഷനില്ലാതെ വരുമ്പോൾ പിന്നീട് ഏത് ഹീനമായ മാർഗം ഉപയോഗിച്ചും ബിസിനസ് പോലെ തന്നെ രാഷ്ട്രത്തെയും സമൂഹത്തെ നയിക്കുവാൻ വേണ്ടി അവർ ശ്രമിക്കും. അതിൻ്റേതായിട്ടുള്ള ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നമ്മുടെ കേരള സമൂഹം നേരിടുന്നുണ്ട്. അപ്പോൾ വിഷനില്ലാതെ വരുമ്പോൾ ഈ സങ്കുചിതമായ കാഴ്ചപ്പാടുകളുടെ വക്താക്കൾ അവരെ ഭരണതലത്തേക്ക് കടന്നു വരികയും അവരുടെ സ്വാധീനത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ നന്മകളും നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് ചുറ്റുമുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇന്ന് കേരളം പോലെ സമ്പന്നമായ സമൃദ്ധമായ സമ്പത്തുള്ളൊരു സ്റ്റേറ്റിന് പോലും നമുക്കിന്ന് നയിക്കുവാനാവാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ സ്ഥിതിഗതികൾ മാറിയിട്ടുണ്ട്. ഇതെല്ലാം വിഷൻ്റെ അഭാവമാണ്. വിഷനില്ലാതെ വരുമ്പോഴാണ് ഈ പറഞ്ഞ അറിവില്ലാഴികയുടെ കൂടാരങ്ങളായ ആളുകൾ തലപ്പത്ത് കയറിപ്പറ്റുകയും അവർക്ക് സ്തുതിപാഠകരായ ഒരു പറ്റും ആളുകൾ വരികയും ചെയ്യുമ്പോൾ സമൂഹത്തിൽ പിന്നെ നഷ്ടപ്പെടുന്നത് നന്മയുടെ ഉറവുകളാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ഈസ്റ്റർ നമ്മൾ ആഘോഷിക്കുമ്പോൾ ബന്ധങ്ങളുടെ മേഖലയിൽ നമ്മൾക്ക് ദൈവം തരുന്ന ഒരു ഉപരി കാഴ്ചപ്പാട്, ഇതാണ് ആത്യന്തികമായിട്ട് നമ്മുടെ ജീവിതത്തെ വിജയത്തിലേക്ക് നയിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് ഈ അവസരത്തിൽ ഏവർക്കും ഈശ്വരൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുകയും കർത്താവിനെ പോലെ മുകളിൽ നിന്നുകൊണ്ട് നമ്മുടെ മുൻപും പിൻപും വശങ്ങളും കാണുവാൻ നമുക്കൊരു പുതിയ കാഴ്ചപ്പാടും ദർശനവും ആവശ്യമാണ്. അപ്പോൾ ഈ ഈസ്റ്റർ തിരുനാൾ നിങ്ങൾക്ക് ഏവർക്കും അത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈസ്റ്റർ കാലഘട്ടം നമ്മൾ തുടരുകയാണ്. അപ്പോൾ ഈ വിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന കുറച്ച് ടോക്കുകൾ ഈ വരുന്ന പെന്തക്കുസ്ത തിരുനാൾ വരെയും എല്ലാ ഞായറാഴ്ചകളും ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, കാഴ്ചകളുടെ വിവിധ മാനങ്ങൾ, അപ്പോൾ അത് നമ്മൾ വളരെ വിശാലമായിട്ട് ഈ വരും ദിവസങ്ങളിൽ കാണുവാൻ പോവുകയാണ്. അപ്പം അതുകൊണ്ട് കാഴ്ചകളും കാഴ്ചപ്പാടുകൾ നമുക്ക് വികസനമാക്കാം. കൂടുതൽ പ്രത്യാശയോടുകൂടി നമ്മുടെ സമൂഹത്തോടും രാഷ്ട്രത്തോടും അപ്പോൾ നമ്മുടെ അയൽവക്ക ബന്ധങ്ങളിലും നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും നമുക്ക് ഈ ഒരു മാനം പരിപാലിച്ചുകൊണ്ട്
കൂടുതൽ ഊർജ്ജസ്വലമായി നമുക്ക് ജീവിതത്തെ മുമ്പോട്ട് നയിക്കാം. ഉദ്ധിതനായ കർത്താവ് നമ്മുടെ ജീവിതത്തെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഏവർക്കും ഈ നന്ദിയ തിരുനാളിൻ്റെ ധന്യമായ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. ഹാപ്പി ഈസ്റ്റർ. Mars Reward TV, a unique experience for the whole world.